അതിനുശേഷം ഇപ്പോ ഷൂയി എഴുതിയ ആ ഒരു ഷിയാന്റെ കമ്പനിയെ കുറിച്ചുള്ള ഫീച്ചർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിലാണെങ്കിൽ ലയാൻ കമ്പനിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അതിന്റെ പാർട്ട്ണർ ആവേണ്ടി വന്നതുകൊണ്ട് ഷിയാന്റെ കമ്പനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഫീച്ചർ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അത് ഒരു ചർച്ചാ വിഷയം ആയിരിക്കാണ്. ഇപ്പോ ചെന്നാണെങ്കിൽ അത് കണ്ട് ഷിയാനെ വിളിച്ചിട്ട് ഞാൻ കാരണം നിങ്ങളുടെ കമ്പനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പോ ഷിയാൻ അയാളോട് പറയുന്നത് നമ്മൾ പാർട്ട്നേഴ്സ് ആണ്, നമ്മുടെ കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രശ്നം അത് എന്റെ കൂടെ പ്രശ്നമാണ്, അതിലൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോ അയാൾക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഏതാണ്ട് സിറ്റുവേഷൻ മനസ്സിലായി. സോ യാങ്ങിന്റെ കമ്പനിയായിട്ട് വേണമെങ്കിൽ നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോവാം എന്നൊരു അഭിപ്രായത്തിൽ എത്തും ഷിയാനും. എന്തായാലും ആലോചിക്ക്, വേണ്ടി വന്നാലും നമുക്ക് യാങ്ങിനെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറയുന്നു. അതിനുശേഷം ഷിയാൻ ഫിയോണയുമായിട്ടും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അവള് ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇവന്റെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ലയാൻ ഹേമയായിട്ട് കോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്ന് ചോദിക്കുമ്പോ അവരതിന് ഓക്കെ ആയിരിക്കോ, എന്തായാലും അവര് ലയാൻ സ്വന്തമാക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്, ഒരുപാട് നാള് കോർപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാനായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഷിയാൻ എന്തായാലും ഹേമ ഇപ്പോ അത്ര സ്മൂത്ത് ആയിട്ടല്ല പോകുന്നത്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ഷോയി ആണെങ്കിൽ അവള് പബ്ലിഷ് ചെയ്ത ആ ഒരു ഫീച്ചർ കൊണ്ട് അതില് ഫുള്ള് ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നിരിക്കുന്നത് ലയാൻ കമ്പനിക്കെതിരെ. അതുകൊണ്ട് തന്നെ തന്റെ ആർട്ടിക്കിൾ ഷിയാനെ ഏതെങ്കിലും തരത്തില് പ്രശ്നത്തിലാക്കിയോ എന്നാണ് ഇവള് ഇപ്പൊ ചിന്തിക്കുന്നത്. സോ ഷിയാൻ നൈറ്റ് തിരിച്ചു വരുമ്പോ ഇവള് നിങ്ങൾ എന്റെ ആർട്ടിക്കിൾ വായിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഞാൻ വായിച്ചു, അതില് വളരെ ഷാർപ്പായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇവള് അത് കുറച്ച് കൂടിപ്പോയോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ നീ നിന്റെ കാര്യം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, നീ എഴുതിയാലും ഇല്ലെങ്കിലും അതെല്ലാം എന്റെ മുകളിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് നീ എഴുതിയത് കൊണ്ട് മാത്രം എന്നെ അത് പ്രഷറിലാക്കുന്നില്ല, നിന്റെ എഴുത്തുകൾ കാരണം ആളുകൾക്ക് എന്റെ കമ്പനിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാവും, നാളെ അതിന് ആരെങ്കിലും ഒരു സൊല്യൂഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാല് ഞാൻ രക്ഷപ്പെട്ടില്ലേ, ഒരു കണക്കിന് നോക്കിയാല് അത് വളരെ നല്ല കാര്യമല്ലേ, ജനങ്ങളാണ് വിധി എഴുതേണ്ടത് എന്ന തരത്തിലൊക്കെ പറയുമ്പോ ഇവൾക്കും സന്തോഷാവുന്നു. എന്നിട്ട് ഷിയാൻ നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യാങ്ങിന്റെ കോണ്ടാക്ട് ഇവന്റെ കയ്യിലില്ലല്ലോ, സോ അത് ഇവന് കൊടുക്കണം, പുള്ളിയെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോ ഇവള് ലയാനെ കുറിച്ച് സംസാരിക്കാനാണോ എന്ന് ചോദിക്കുമ്പോ ഇവനും അതെ എന്ന് പറയുന്നു. ഇവള് എന്ത് കാര്യമാണ് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കുന്നു, പക്ഷേ ഷിയാൻ അത് ട്രേഡ് സീക്രട്ട് ആണ് എന്ന് പറഞ്ഞിട്ട് ഇവളോട് പറയുന്നില്ല. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഷിയാൻ യാങ്ങിനെ കാണാൻ വേണ്ടി അവന്റെ കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവര് പ്രതീക്ഷിച്ച പോലെ ഇവൻ ആ ഒരു കമ്പനി മുഴുവനായിട്ടും കൈക്കലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഷിയാൻ ഇവനോട് ഞങ്ങൾക്ക് അതിനെന്തായാലും താല്പര്യമില്ല, ലയാൻ കമ്പനിയിൽ ഒരുപാട് പരിചയസമ്പന്നമായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെയ്മയില് ടെക്നിക്കൽ പരമായിട്ട് ഉയർന്ന ഒരു ടീമുണ്ട്, സോ രണ്ട് കമ്പനിക്കും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോ യാങ് അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ അവന്റെ അവസ്ഥ എന്താണെന്ന് ഷിയാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെ ഇവന് പിന്നീട് തർക്കിക്കാനാവുന്നില്ല. സോ ഷിയാൻ ഇവനോട് ആലോചിച്ചിട്ട് രണ്ടുപേരുടെയും പരസ്പരമുള്ള നേട്ടങ്ങൾ ഷെയർ ചെയ്ത് ഒരു വിജയം മുന്നോട്ട് കൊണ്ടുപോവാം, അല്ലാത്ത പക്ഷം അധികകാലം ഹേമയും മാർക്കറ്റിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോ യാങ് ലയാൻ ഇപ്പൊ തന്നെ ഏതാണ്ട് ചത്ത ഒരു കമ്പനിയാണ്, ചെന്നിന് നന്നായിട്ട് അറിയാം ഹേമയുമായിട്ട് ഇപ്പോ ആ ഒരു കമ്പനി കോർപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ആ കമ്പനി എന്നേക്കുമായിട്ട് ഇല്ലാതാകുമെന്ന്, അതുകൊണ്ട് തന്നെ മാരേജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമല്ലേ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ചിരിച്ചിട്ട് നിന്റെ കമ്പനിയുടെയും അവസ്ഥ ഏതാണ്ട് അതുപോലെ തന്നെയല്ലേ, ബ്രൂസ് വളരെ കഴിവുള്ള വ്യക്തി തന്നെയാണ്, പക്ഷെ ഒരാളെ കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്നൊക്കെ പറയുമ്പോ ഇവനും പിന്നീട് നോ പറയാനാവുന്നില്ല. നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ എന്തായാലും പരിഗണിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് അല്ല നിങ്ങളിപ്പോ എന്റെ സഹായത്തിന് വേണ്ടി വന്നത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ആ കാര്യത്തിൽ എന്റെ ഗേൾ ഫ്രണ്ടിനോട് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്, അല്ലായിരുന്നെങ്കിൽ നിന്നെ ഇത്രയും പെട്ടെന്ന് എനിക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു എന്ന് പറയുന്നു. അവള് തന്നെയാണല്ലോ ഇവന്റെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തത്. സോ അത് കേൾക്കുമ്പോ ഇവൻ വെല്ലുവിളിച്ച് രണ്ടിടത്തും ഇപ്പോ ഏതാണ്ട് ഇവൻ തോൽവി സമ്മതിച്ചിരിക്കാണ്, പ്രണയത്തിലും അതുപോലെ തന്നെ വർക്കിന്റെ കാര്യത്തിലും ഒക്കെ. എന്നാൽ അപ്പോഴേക്കും ഇവിടെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിരിക്കാണ്, അതായത് സിംഗിൾ ആയിട്ടുള്ള ലയാൻ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളെ ഹഗ് ചെയ്തു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഫുള്ള് ആ ഒരു കാര്യം സ്പ്രെഡ് ആയിരിക്കാണ്. ആ ഒരു വ്യക്തി ഷിയാന്റെ ബ്രദറിലോ ആണെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ആ ന്യൂസ് കണ്ട് ഇവള് നല്ലോണം തന്നെ ഷോക്ക് ആവുന്നു. യഥാർത്ഥത്തില് അവരെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, പക്ഷെ ആ കാര്യം ഇവൾക്ക് അറിയില്ലല്ലോ. സോ ഉടനെ തന്നെ അത് ചോദിക്കാനായിട്ട് ഷിയാനെ വിളിക്കുമ്പോ അവനിപ്പോ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് പറയുന്നു, കാരണം ഷിയുന് ആക്സിഡന്റ് ആയി. സോ ഇവളും ആ ഒരു ന്യൂസ് കേട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. എന്നാൽ ഇവിടെ യു ആണെങ്കിൽ ഷിയുന് ആക്സിഡന്റ് പറ്റിയത് അറിയാതെ അവരെ എന്നും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പക്ഷെ ഒരുപാട് സമയമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് തന്നെ
വിളിച്ചു നോക്കുന്നു. പക്ഷേ ഫോൺ എടുക്കുന്നത് ഷിയാനാണ്. ഷിയോന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി എന്ന് പറയുമ്പോ അത് കേട്ട് ഷോക്കായി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് യു അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഷൂയും അവിടെ എത്തിയിട്ടുണ്ട്. നേരെ ഷിയാനോട് ചെന്ന് അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ ഷിയാൻ കുഴപ്പമൊന്നുമില്ല, അവള് ഇപ്പോഴും അതിന്റെ ഒരു ഷോക്കിലാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോ ഇവൾക്കും സമാധാനാവുന്നു. അപ്പോ ഷൂയി ഇവനോട് നിങ്ങള് ന്യൂസ് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവൻ അതെ ഞാൻ കണ്ടു, സോങ് ലേലാനോടൊപ്പം എന്റെ അളിയനുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾക്ക് ഇതെങ്ങനെ ഇത്ര കാമായിട്ട് എടുക്കാൻ സാധിക്കുന്നത്, എനിക്ക് തന്നെ എന്തോ പോലെ ഫീൽ ആവുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ എന്റെ ബോയ് ഫ്രണ്ടിന്റെ ബ്രദറിലോ ആയിട്ട്, ഷേ എങ്ങനെ ഇവർക്ക് ആ ഒരു കാര്യം ചെയ്യാനായത്, അവരവരുടെ പാട്ടിനെയാണ് ഒരുപാട് സ്നേഹിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് മറ്റൊരാളുടെ ഹസ്ബൻഡിനെയാണോ തട്ടിയെടുക്കുന്നത്, അവർക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷിയാൻ അതെ അതെ എന്ന് പറഞ്ഞ് തലയാട്ടുന്നു. അപ്പോഴേക്കും ഇവന്റെ സിസ്റ്ററും അങ്ങോട്ടേക്ക് വരുന്നു. ഇവൾക്ക് അത് ആരാണ് എന്ന് അറിയില്ല, എങ്കിലും ഇവള് ഒട്ടും പ്രിപ്പയർഡ് അല്ലല്ലോ. മാത്രമല്ല വളരെ യാദൃച്ഛികമായിട്ട് അതും ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണല്ലോ അവരെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ ഫേസ് ചെയ്യും എന്നാണ് ഇവള് ആലോചിക്കുന്നത്. സോ ഇവള് അവരെ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ഇവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ എവിടെയോ കണ്ടുമറന്ന മുഖം പോലെ ഇവൾക്ക് ഫീൽ ആവുന്നു. സോ ഇവള് ഒന്നുകൂടി നോക്കി നല്ലോണം ഷോക്ക് ആവുകയാണ്. ഷിയാനും ഇതാണ് എന്റെ സിസ്റ്റർ എന്ന് പരിചയപ്പെടുത്തുമ്പോ ഇവൾക്ക് എന്ത് പറയണോന്നറിയില്ല. ഇവളുടെ കിളി പറഞ്ഞു നിൽക്കാണ്. എന്നിട്ട് അവരോട് നിങ്ങളെ കാണാൻ സിംഗർ ആയിട്ടുള്ള ലേലാനെ പോലെയുണ്ട് എന്ന് പറയുമ്പോ ഇവരും അതെ എല്ലാവരും അത് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് പോകാൻ തുടങ്ങുമ്പോ ഇവളാകെ ചമ്മി നാറിയല്ലോ. വല്ലാത്ത ദേഷ്യം തോന്നി ഷിയാനോട് ഇനിയും നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുമ്പോ അപ്പോ ഷിയാന്റെ സിസ്റ്റർ അവിടെ നിന്നിട്ട് ഇവളോട് അതെ ഞാൻ മാരീഡ് ആണ്, അത് ഞാൻ എന്റെ ഫാൻസിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നു. ഷൂയി നേരത്തെ സംസാരിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവര് കേട്ടിട്ടുണ്ട്. ഇവൾക്ക് ഇപ്പോ ഇവനോട് അതുകൊണ്ട് തന്നെ നല്ല ദേഷ്യം തോന്നാണ്. വല്ലാത്തൊരു ചതി തന്നെയാണല്ലോ സംഭവിച്ചത്, അതും പോരാഞ്ഞിട്ട് നാണം കിട്ടു. അങ്ങനെ ഇവര് തിരിച്ച് ഷിയുന്റെ അടുത്തേക്ക് എത്തുമ്പോ അവളെ എഴുന്നേറ്റിട്ടുണ്ട്. ഷിയു പെട്ടെന്ന് അമ്മയെ കണ്ട അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഇവൾക്ക് ഇപ്പോ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് കൊണ്ടാണല്ലോ ആ ഒരു സത്യം എല്ലാവരും അറിഞ്ഞത്. അപ്പോ അമ്മ ഇവളെ സമാധാനിപ്പിച്ച് ഞാനാണ് നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത് എന്ന് പറയുമ്പോ അച്ഛൻ നീ സ്വയം കുറ്റപ്പെടുത്തണ്ട, നീ ഇത്രയും നാളും വർഷങ്ങളായിട്ട് ഈ ഒരു സത്യം മറച്ചു വെച്ചത് നമുക്ക് എല്ലാവർക്കും ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമ്മുടെ മോക്ക് ഒരു സമാധാനമുള്ള ലൈഫ് കൊടുക്കാൻ, അതുകൊണ്ട് അതിലൊന്നും വലിയ തെറ്റില്ല, ആരും ആരെയും കുറ്റപ്പെടുത്തണ്ട എന്ന് പറയുമ്പോ അവർക്ക് കുറച്ച് ആശ്വാസമാവുന്നു. എന്നാൽ അപ്പോഴേക്കും ആ ഒരു ആക്സിഡന്റിന് കാരണക്കാരനായിട്ടുള്ള വ്യക്തി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോ ഇയാള് വന്നിട്ട് ഇവരോട് ക്ഷമ ചോദിച്ച് നിങ്ങള് നഷ്ടപരിഹാരം ഒന്നും ചോദിക്കല്ലേ, ഞാൻ സാധാരണ ഒരു ഡെലിവറി ബോയ് ആണ്, എന്റെ കയ്യില് ഒരുപാട് പൈസയൊന്നും ഇല്ല എന്ന് പറയുമ്പോ ഇവളുടെ അമ്മ ഞങ്ങള് നിങ്ങളോട് വഴക്കനൊന്നുമില്ല, ഇവൾക്കിപ്പോ കുഴപ്പമില്ല അതുകൊണ്ട് പൊക്കോളാനായിട്ട് പറയുന്നു. അപ്പോ ഇയാളും വളരെ സന്തോഷത്തിൽ പോകാൻ തുടങ്ങുമ്പോൾ ഷിയു ഇയാളോട് നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്ത സമയത്ത് ഫോൺ യൂസ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത്, എനിക്ക് ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ വയസ്സായ ആരെങ്കിലും ആണ് ഇടിച്ചിരുന്നെങ്കിലോ അതിപ്പോ എവിടെ എത്തിയാനേ, എനിക്ക് സംഭവിച്ച കാര്യത്തിന് നിങ്ങൾ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി, അതുകൊണ്ട് ഇനി നിങ്ങൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ മുഴുവൻ ബില്ലും നിങ്ങൾ തന്നെ പേ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. അപ്പോഴേക്കും യുവും ഇവര് രണ്ടുപേരും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവർക്കും ഷിയു പറഞ്ഞ ആ ഒരു കാര്യങ്ങളോടൊക്കെ പൂർണ്ണ യോജിപ്പ് തന്നെയാണ്. അതിനുശേഷം യു ആണെങ്കിൽ ഷിയുവിന്റെ പാരന്റ്സിനെ ഫസ്റ്റ് ടൈം ആണല്ലോ മീറ്റ് ചെയ്യുന്നത്. സോ ഇവളുടെ ഫാദർ ഇവനോട് നിങ്ങള് ഷിയുവിന്റെ ടീച്ചർ അല്ലേ എന്ന രീതിയിൽ ചോദിക്കുമ്പോ ഇവൻ അല്ല, അവള് വല്ലപ്പോഴും എന്റെ ക്ലാസ്സിലോട്ട് വരുന്നേ ഉള്ളൂ എന്ന് പറയും അച്ഛന് ചിരി വരികയാണ്. അവളെ വല്ലപ്പോഴെങ്കിലും ക്ലാസ്സിൽ വരുത്താൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവർക്ക് മനസ്സിലായി ഷിയോന്റെ ബോയ് ഫ്രണ്ട് ആണ് ഇതെന്ന്. അതിനുശേഷം ഷിയാനും ഷൂയും സിസ്റ്ററിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോ ഷൂയി ഇവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ നിങ്ങൾ ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെയാണ് കുറ്റപ്പെടുത്തി സംസാരിച്ചത്, എനിക്ക് നിങ്ങൾ ഷിയാന്റെ സഹോദരി ആണെന്ന കാര്യം അറിയില്ലായിരുന്നു, അതുപോലെ തന്നെ ഷിയുവിന്റെ അമ്മയാണെന്നും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോ ഇവര് അതൊന്നും കുഴപ്പമില്ല അറിയാതെയല്ലേ, അല്ല ഷിയാൻ എന്നെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് വളരെ ശോകത്തിലാവുന്നു. സോ ഇവര് ഷിയാനെ വിരട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവൻ ഇവളോട് സോറി പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ ഷൂയി നല്ല കലിപ്പിലാണ്. അപ്പോ ഇവൻ ഞാൻ നിന്നോടിത് പറയാതിരുന്നത് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാ എന്ന് പറയുമ്പോ ഇവള് ആണോ, ഞാൻ നന്നായിട്ട് സർപ്രൈസ് ആയി എന്ന് പറഞ്ഞിട്ട് ഇവള് നല്ല പിണക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇവള് പിണങ്ങി ഷിയാന്റെ വീട്ടിലേക്കല്ല ഇവളുടെ അപ്പാർട്ട്മെന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഷിയാൻ നമുക്ക് വീട്ടില് പോവാം എന്ന് പറഞ്ഞ് ഇവളെ വിളിക്കുന്നു. പക്ഷേ ഇവള് ഇല്ല, ഇതിനി നടപടി ആവില്ല, നിങ്ങൾ എന്റെ റെപ്യൂട്ടേഷൻ ആണ് ഇല്ലാതാക്കിയത്, അതും എന്റെ ഫേവറേറ്റ് സിംഗറുടെ മുന്നിൽ വെച്ച്, ഇതിനി ഒരു നടക്കി പോവില്ല എന്ന് പറഞ്ഞിട്ട് അവള് ഡോറ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നു. പക്ഷേ ഫിംഗർ വർക്ക് ആവുന്നില്ല, താക്കോലും ഇവളെ എടുത്തിട്ടില്ല. അപ്പോഴും ഷിയാൻ ഇനിയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് വന്നൂടെ എന്ന് ചോദിക്കുന്നു.
പക്ഷെ ഇവള് മൈൻഡ് പോലും ചെയ്യാതെ നേരെ റുവോയുടെ അപ്പാർട്ട്മെന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. പിറകെ തന്നെ ഷിയാനും ഉണ്ട്. സോ ഇവള് നേരെ ചെന്ന് റുവോയുടെ ഡോറിൽ തട്ടുമ്പോ ഡോർ ഓപ്പൺ ചെയ്യുന്നത് മറ്റാരുമല്ല ഗുവാനാണ്. ഇവള് ഇപ്പോഴാണല്ലോ ആ ഒരു കാര്യം അറിയുന്നത്. നിങ്ങളോ എന്ന് ചോദിച്ച് ഇവര് രണ്ടുപേരും ഷോക്കാവുന്നു. അതുപോലെ തന്നെ ഗുവാനും പെട്ടെന്ന് ഇവര് രണ്ടുപേരെയും കണ്ട് ഷോക്കാവുകയാണ്. റുവോയും അപ്പോഴേക്കും മാച്ചിങ് നൈറ്റ് ഡ്രസ് ഇട്ട് ആരാ ഹണി എന്ന് ചോദിച്ച് അങ്ങോട്ട് വരുന്നു. ഇവളും പെട്ടെന്ന് ഷൂയിയെ കണ്ട് നല്ലോണം തന്നെ ഷോക്കാവുകയാണ്. അപ്പോ ഷൂയി, റുവോ ഇതൊക്കെ എന്താ, നീ എന്നോട് ഇതുവരെ ഇതിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോ റുവോ, എടി നീ അകത്തേക്ക് വാ ഞാൻ പറയാം എന്ന് പറയുമ്പോ ഗുവാൻ ഷിയാനോട് കണ്ണ് കാണിച്ചിട്ട് ഇവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് പറയുന്നു. സോ ഷിയാനും കൂട്ടുകാരിയെ കണ്ടില്ലേ, ഇപ്പോ ഒരുപാട് സമയം നമുക്ക് വീട്ടിലേക്ക് പോവാം, അവരെ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഷിയാൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇവർക്ക് നല്ല ചമ്മലായി. അതിനുശേഷം ഇവള് ഗതികെട്ട് ഇവന്റെ കൂടെ തന്നെയാണ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ ഇവൻ നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പൊ ഷിയാൻ, ശരിക്കും നീ പട്ടിണി എടുക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് നല്ലോണം വിശക്കുന്നത് കൊണ്ട് തന്നെ ശരി ഞാൻ നിങ്ങളോട് ക്ഷമിക്കണമെങ്കിൽ അത് നിങ്ങൾ ഇന്നുണ്ടാക്കി തരുന്ന ഫുഡ് പോലെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ട ഡിഷിന്റെ പേരും പറഞ്ഞു കൊടുക്കുന്നു. അതെല്ലാം തന്നെ ഷിയാനും ഇപ്പോ പ്രിപ്പയർ ആക്കി ഇവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോ ഇവള്, എനിക്ക് വിശപ്പൊന്നുമില്ല, ഞാൻ ഇതിന്റെ ടേസ്റ്റ് കൊള്ളില്ലെങ്കിൽ എന്തായാലും നിങ്ങളോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഇവള് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി അതെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഒരു കുറ്റവും പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ശരി ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ അടുത്ത് കള്ളം പറഞ്ഞാല്, ഇനി നിങ്ങൾ എത്ര കൊമ്പത്തെ ഷെഫാണെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഷിയാൻ, ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. സോങ് ലേലാൻ എന്റെ സിസ്റ്റർ അല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ സിസ്റ്ററിനോട് സംസാരിക്കാനും ഞാൻ നിനക്ക് ഫോൺ തന്നതല്ലേ, അവൾക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമാണെന്നും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതെല്ലാം തന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇവൻ പ്രധാനപ്പെട്ട ഒരു സത്യം മറച്ചു വെച്ചിട്ടാണല്ലോ ബാക്കിയെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവള് ദേഷ്യം വന്ന് പിണങ്ങി എഴുന്നേറ്റ് പോകുന്നു. ഇവനും കിടക്കാനായിട്ട് റൂമിൽ കയറാൻ ചെല്ലുന്നു. പക്ഷെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഡോറ് തുറക്കാനായിട്ട് പറയുമ്പോ അവള് പോയി സോഫയിലെങ്ങാനും കിടന്ന് ഉറങ്ങാനായിട്ടാണ് ഇവനോട് പറയുന്നത്. ഇവളാണെങ്കിൽ ആ ഒരു സർപ്രൈസിന്റെ കാര്യം റുവോയെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ അത് കേട്ട് അലറി വിളിക്കാണ്. കാരണം ഇവരുടെയൊക്കെ വലിയൊരു ഫേവറേറ്റ് സിംഗർ ആണല്ലോ. അവൾക്കും അത് ഒട്ടും വിശ്വസിക്കാനാവുന്നില്ല. പക്ഷെ ഷിയാനാണെങ്കിൽ അപ്പോഴേക്കും ഡോറ് തുറന്ന് അകത്ത് വരുന്നു. കാരണം അവന്റെ കയ്യിൽ ആ ഒരു മുറിയുടെ മറ്റൊരു കീ ഉണ്ടായിരുന്നു. അത് അവന്റെ വീടാണല്ലോ. ഇവനെ പിടിച്ച് പുറത്താക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഷിയാൻ ഇവളുടെ അടുത്തേക്ക് വന്ന്, എത്ര നേരം നീ എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കും എന്ന് ചോദിക്കുമ്പോ ഇവള് ആ ഒരു കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റുവോ ഇവര് പറയുന്നത് കേട്ട് അതങ്ങ് ചെയ്തേക്ക് മിസ്റ്റർ ഷിയാൻ എന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും അത് കേട്ട് ഷോക്കാവുന്നു. അതിനുശേഷം നമ്മളെ പിറ്റേന്ന് രാവിലെയാണ് കാണുന്നത്. ഇപ്പോ ഷിയുനെ കാണാൻ വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും എത്തിയിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ അത് വിശ്വസിക്കാനേ ആവുന്നില്ല. ഗുവാന്റെ സ്വഭാവം വെച്ചിട്ട് ഇവൻ ഇവളെ ചതിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് എന്റെ പൊന്നു സഹോദരി ഇവനെ ഇപ്പൊ തന്നെ കളഞ്ഞേക്ക്, ഇവൻ ആള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവൾക്ക് ഒട്ടും സമ്മതം പറയുന്നില്ല. പക്ഷെ ഗുവാൻ ഇവളോട്, ഞാൻ ആ പഴയ വ്യക്തിയൊന്നുമല്ല, എനിക്ക് റുവോ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇവൾക്ക് വേണ്ടി എന്റെ എല്ലാ ദുശീലങ്ങളും മാറ്റി എന്ന് പറഞ്ഞ് ഒരു ജെന്റിൽമാനായിട്ട് സംസാരിക്കുമ്പോ ഇവൾക്കും അത് കണ്ട് അത്ഭുതമാണ് തോന്നുന്നത്. ഇതെനിക്കറിയാവുന്ന ഗുവാൻ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവന്റെ ആ ഒരു ഫുൾ മാറ്റത്തിന്റെ ക്രെഡിറ്റ് എന്തായാലും റുവോയ്ക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഷിയു ഇവളെ അഭിനന്ദിക്കുന്നു. അവര് സീരിയസ് ആണ് എന്ന് ഇവൾക്ക് മനസ്സിലായി. അതിനുശേഷം ഇപ്പോ ഷൂയി ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ എല്ലാവരുടെയും ചർച്ചാ വിഷയം, നമ്മുടെ കൂടെയൊക്കെ ഇത്രയും നാള് ജോലി ചെയ്ത ആ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള പെൺകുട്ടി സോങ് ലേലാന്റെ മകളായിരുന്നു, നമ്മളത് അറിയാതെ പോയല്ലോ, ആ പെൺകുട്ടിയെ പോലെ ഒരാള് എന്തിനാ ഇവിടെ ജോലിക്ക് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് അവര് ചർച്ച ചെയ്യുന്നത്. അത് മാത്രല്ല ഷൂയിയോടും വന്ന്, നിങ്ങളുടെ ബോയ് ഫ്രണ്ട് സോങ് ലേലാന്റെ ബ്രദർ ആണോ, യൂലിങ് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഷിയുവിന്റെ അങ്കിളിനെയാണ് നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നതെന്ന്, അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോ ഇവളും അതെ എന്ന് പറയുന്നു. അതോടെ ആ ഒരു ഓഫീസിലെ എല്ലാവരുടെയും സംശയം അങ്ങ് മാറിക്കിട്ടി. ഇപ്പോ ഇവൾക്ക് ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതിനുശേഷം ഷൂയി യൂലിങ്ങിന്റെ കാര്യം ചോദിക്കുമ്പോ അവള് മറ്റൊരു ചാനലിൽ ജോയിൻ ചെയ്തു എന്ന കാര്യം ഹോങ് പറയുന്നു. അപ്പോ ഇവള് ഒരുപാട് ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ടാണല്ലോ തിരിച്ചെത്തുന്നത്. അപ്പോ ചീഫ് ഇവളോട്, ഷിയാൻ എന്നെ നല്ലോണം നോക്കിയിട്ടുണ്ടല്ലോ, എന്തായാലും നീ നല്ല ഉഷാറായിട്ടുണ്ട്, അല്ല ഇനിയിപ്പോ വേറെ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് മാരേജ് അടുത്തെങ്ങാനും
ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഇല്ല മാഡം അത്ര പെട്ടെന്നൊന്നുമില്ല, എനിക്ക് എന്റെ ജോലിയല്ലേ ഇപ്പോ വലുത് എന്ന് ചോദിക്കുമ്പോ ഇവരും അതെന്തായാലും നന്നായി, എന്റെ ലാസ്റ്റ് ക്ലൗഡ് ഇന്നോവേഷനെ പറ്റിയുള്ള ഫീച്ചർ ഒരുപാട് പേരിൽ എത്തിയിട്ടുണ്ട്, നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് വരുന്നത്, എന്തായാലും നമ്മുടെ ചീഫ് എഡിറ്റർ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഇവൾക്ക് വളരെ സന്തോഷമാവുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പോ ഷിയുവിന്റെ കൂടെ യു ഉണ്ട്. അവൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഫോൺ പിടിച്ചിരുന്ന് കൈ കഴിക്കുമ്പോ യു തന്നെ അവൾക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അതെല്ലാം തന്നെ പുറത്തു നിന്ന് ഇവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവള് നല്ലൊരു വ്യക്തിയെ തന്നെ കണ്ടെത്തിയല്ലോ എന്ന കാര്യം കാണുമ്പോൾ ഇവർക്ക് ഒരുപാട് സന്തോഷമാവുന്നു. യുവിനെ അവർക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം യാങ് ആണെങ്കിൽ അവന്റെ പുതിയ ഫീച്ചർ ഷൂയി തന്നെ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഷൂയി അതിനോട് നോ പറയുന്നു. കാരണം ഇവൾ അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് യാങ്ങിന്റെ കമ്പനിക്ക് ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും, അത് ഷിയാനെ നന്നായിട്ട് ബാധിക്കും, അത് ഇവൾക്കറിയാം. അതുകൊണ്ടാണ് ഷൂയി ഇവനോട് ഇതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ എന്നേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്റെ കൊളീഗ്സ് ഉണ്ട്, അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പോ യാങ്ങും ഇവളെ നോ പറയുമ്പോ ഇവനും വേറെ ഓപ്ഷൻ ഇല്ല, ഇവളെ ചൂസ് ചെയ്യുന്നത് ആരെയാണെന്ന് വെച്ചാൽ താൻ മുന്നോട്ട് പോവാൻ റെഡിയാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പോ ഷൂയിക്ക് ഷിയാന്റെ ഒരു ഫോട്ടോ അവളുടെ അമ്മ അയച്ചു കൊടുത്തിട്ട് ഇത് നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഓ ഇപ്പോഴെങ്കിലും അറിഞ്ഞോ, ഡെയിലി ആൾക്കാർ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്ക, എന്ത് ചെയ്യാ, ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു മടുത്തു, എന്തായാലും ന്യൂസ് എല്ലാവരും സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവള് കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്നു. ഷിയാനെയും ഷൂയിയെയും പറ്റിയുള്ള വാർത്തകളൊക്കെ ഇപ്പൊ ഡെയിലി വരുന്നുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അമ്മ ഇവളോട് ചോദിച്ചത്. പക്ഷെ ഇവർക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാനാവുന്നില്ല. അവളുടെ ലാസ്റ്റ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അവള് ഷെയർ ചെയ്തിരിക്കുന്നത് ഷിയാൻ ഇവൾക്ക് പ്രിപ്പയർ ആക്കി കൊടുത്ത ഫുഡും ഫുഡിന്റെ ഫോട്ടോസും ഒക്കെയാണ്. അത് കണ്ട് ഇവളിപ്പോ എവിടെയാ, ആരുടെ കൂടെയാ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. സോ ഇവളുടെ അമ്മ അത് ചോദിക്കാനായിട്ട് ഇവളെ വിളിക്കുന്ന സമയത്ത് ആ ഒരു കോള് കാണുന്നത് ഷിയാനാണ്. ഷിയാൻ ഷൂയിയെ വിളിക്കുന്നു, പക്ഷെ ബാത്റൂമിലായതുകൊണ്ട് തന്നെ അവളെ കേൾക്കുന്നില്ല. സോ ഇവൻ തന്നെയാണ് ആ ഒരു കോള് അറ്റൻഡ് ചെയ്യുന്നത്. അമ്മ ഇവളാണ് എന്ന് കരുതി നീ ഉറങ്ങിയ മോളെ എന്തെടുക്ക എന്ന് ചോദിക്കുമ്പോൾ ഷിയാൻ അവള് കുളിക്കാണ് എന്ന് പറയുന്നു. അത് കേട്ട് ഇവര് നല്ലോണം ഷോക്കാവുന്നു. അവള് മറ്റൊരു പയ്യനോടൊപ്പം ലിവിംഗ് ടുഗദറിലാണല്ലോ. സോ അമ്മ ഇവനോട് ഇതാരാ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു, പക്ഷെ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോഴേക്കും ഇവളെ കുളിച്ചിട്ട് ഇറങ്ങുമ്പോ ഇവളുടെ അമ്മ വിളിച്ചിരുന്നു, താനത് അറ്റൻഡ് ചെയ്തു എന്ന കാര്യം പറയുമ്പോ ഇവള് ഷോക്കായി. പെട്ടെന്ന് തന്നെ അമ്മയെ തിരിച്ചു വിളിച്ച് എന്താ അമ്മേ ഈ പാതിരാത്രി എന്തിനാ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അവര് ഇവളോട് നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു. ഇവളുടെ ബോയ് ഫ്രണ്ട് ഷിയാനാണ്, എന്തായാലും പുള്ളിക്കാരനെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറയുമ്പോ ഇവന് സമയമുണ്ടോ എന്ന് ചോദിക്കുന്നു. പക്ഷേ ഷിയാൻ ബിസിയാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ നോക്കട്ടമ്മേ, ഞാൻ എന്തായാലും വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് ഷിയാൻ ഇവളെയും കൂട്ടി ഇവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവൾക്ക് ഒട്ടും കോൺഫിഡൻസ് പോരാ. ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വളരെ സിമ്പിൾ ആയി പോയോ, എനിക്ക് പ്രായം തോന്നോ, എനിക്ക് പിന്നെ ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇവളെ പോവാൻ തുടങ്ങുമ്പോ ഒരു കുഴപ്പമില്ല, നീ വളരെ സുന്ദരിയായിട്ടുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അവർക്ക് നിന്നെ ഇഷ്ടപ്പെടും, അതിന്റെ ഇടയിലോട്ട് വേറെ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവളെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അകത്ത് ഇവന്റെ സിസ്റ്ററും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ തന്നെ ഉണ്ട്. ഷിയാനും ഇവളെ കൂട്ടിക്കൊണ്ടുപോയി ഇതിന്റെ ഗേൾഫ്രണ്ട് ആണ് എന്ന് പറഞ്ഞ് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരും വളരെ നല്ല രീതിയിലാണ് ഇവളെ സ്വീകരിക്കുന്നത്. അതിനുശേഷം ഇവര് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോ ഷിയാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ഇവള് സഹോദരിയോട് പറയുമ്പോ അവര് പറയുന്നത് ഷിയാൻ എപ്പോഴും ആരെന്ത് ചോദിച്ചാലും ഷിയാൻ എല്ലാവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് മൂളി ആൻസർ പറഞ്ഞിട്ടായിരിക്കും എന്ന് പറയുമ്പോ ഇവൾക്കും അത് അനുഭവമുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അതേ സിസ്റ്റർ വളരെ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു സെറ്റായിട്ട് ഇവനെ ആക്രമിക്കുന്നു. അതിനുശേഷം ഇവര് ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഷിയും അങ്ങോട്ട് എത്തുന്നു. അവള് ഇപ്പൊ ഓക്കെ ആയിരിക്കാണ്. അപ്പൊ ഇവള് ഷൂയെ വിളിച്ചുകൊണ്ട് ഞാൻ ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഷൂയി നിന്നെ കുറിച്ചിപ്പോ എല്ലാവർക്കും അറിയാം, നിനക്കിപ്പോ എന്താ ഫീൽ ആവുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്ക് വീണ്ടും ജോലിക്ക് തിരിച്ചു വരണം, എനിക്ക് അതിനോടാണ് താല്പര്യം, പക്ഷേ എന്റെ അച്ഛനും അങ്കിളും ഒന്നും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഷൂയി ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളൊക്കെ നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് എന്താണോ താല്പര്യം അതിന് നീ വാല്യൂ കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഇവളും എനിക്കറിയാം ബാക്കിയുള്ളവരുടെ ഇഷ്ടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, എന്തായാലും ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി പോരാടും എന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇപ്പൊ ഷൂയി ആണെങ്കിൽ ഷിയാന് വേണ്ടി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഷിയാൻ ജോലി കഴിഞ്ഞ് എത്തുമ്പോ അവനെ ഞെട്ടിക്കാനായിട്ട്, പക്ഷെ അവൻ തിരിച്ചു വരുമ്പോ ഇവളാണ് ഞെട്ടുന്നത്. കാരണം ഷിയാൻ ഇവളുടെ അമ്മയും കൂട്ടിക്കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഇവളത് കണ്ട് വളരെ ഷോക്കായി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അമ്മ എന്താ മോളെ നിനക്കെന്നെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് അല്ല നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണ്ടുമുട്ടിയത് എന്ന് ചോദിക്കുമ്പോ ഷിയാൻ ഞങ്ങളെ എയർപോർട്ടിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സംസാരിക്കാനായിട്ട് മാറിക്കൊടുക്കുന്നു. അപ്പൊ ഇവള് അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവര് അതിനാ നിനക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. നിങ്ങൾ തമ്മിൽ പരസ്പരം എങ്ങനെയാ കണ്ടുമുട്ടിയത്,
നിങ്ങൾക്ക് തമ്മിൽ അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവര് ഷിയാനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഓൾറെഡി ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വലിയ പാടുപെടേണ്ടി വന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് നീ ഇവിടെ പുള്ളിയോടൊപ്പാണ് താമസിക്കുന്നതെന്ന് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മ സിംഗപ്പൂര് പോയത് എന്നോട് പറഞ്ഞിട്ടല്ലോ, എവിടെയൊക്കെ പോയിരിക്കുന്നു എന്നോട് പറയാതെ, പിന്നെ ഞാൻ എന്തിനു പറയണം എന്ന് പറയുമ്പോ അമ്മ ഇവൾക്ക് ഒരെണ്ണം കൊടുത്തിട്ട് അതുപോലെയാണോ ഇത് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ഇവള് ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അമ്മ അത് ടേസ്റ്റ് ചെയ്തിട്ട് ഇതാണോ നിങ്ങൾ എന്നും കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ കാരണം ആ ഒരു ഫുഡ് നല്ലോണം കുക്ക് ആയിട്ടില്ല, അതുപോലെ തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോ ഷിയാൻ അല്ല ആന്റി ഞാനാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോ അമ്മ ഇവനോട് ഒരു താങ്ക്സ് പറയുന്നു. മകളെ അത്രയും നല്ലോണം ആണല്ലോ നോക്കുന്നത്, പക്ഷെ ഇവൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കുറച്ച് ദിവസമല്ലേ ഉണ്ടാക്കി തന്നത്, അതിനാണോ ഇത്ര ജാട എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അതിനുശേഷം ഇവര് അന്ന് തന്നെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. കാരണം ഇവർക്ക് ഷിയാനെ ഇനി ഒരുപാട് ചെക്ക് ചെയ്യേണ്ടി ഒന്നും വരുന്നില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഷിയാൻ അവരുടെ മകളെ നോക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവര് വളരെ സന്തോഷത്തില് അന്ന് അവിടെ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു. ഷിയാൻ തന്നെയാണ് അവരെ ഡ്രോപ്പ് ചെയ്യുന്നതും. എന്നാൽ ഇപ്പൊ ഇവിടെ ഈ അങ്കിളുമാര് വീണ്ടും ഷിയാന്റെ ഫാദറിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. കാരണം ലയാനും ഹേമയും ഇനി മുതൽ ഒരുമിച്ചാണ് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷെ അതിനിടയിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് വെള്ളത്തിലാവോ എന്നാണ് ഇവരുടെ പേടി. ലയാനും ഹേമയും കൂട്ടിച്ചേർത്തത് വളരെ മണ്ടത്തരമായി പോയി. ഷിയാൻ ഇപ്പൊ കാണിക്കുന്നതൊക്കെ എടുത്തുചാട്ടങ്ങളാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആളുകളെ ഇപ്പൊ നമ്മുടെ പോക്ക് ശരിയല്ലെന്ന് പറയുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ തന്നെ അവനോട് കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറയാൻ പറയുന്നു. ഷിയാനും ആ വന്നിരിക്കുന്ന ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ കാണുന്നത്. ആ രണ്ട് കമ്പനികൾ ഒന്നിക്കുന്നത് വഴി അവർക്ക് ലാഭം ഉണ്ടാവും, പക്ഷെ ഷിയാന്റെ കമ്പനി പൊട്ടി പാളീസാവും എന്ന രീതിയിലാണ് സംസാരങ്ങളൊക്കെ തന്നെ. ഇവന്റെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പല മീഡിയകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ ഷിയാൻ ഇപ്പൊ വളരെ പ്രഷറിലായിരിക്കാണ്. അതുകൊണ്ട് തന്നെ അവരെല്ലാം പറഞ്ഞു വിടാനായിട്ട് പറയുന്നു. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.